ഓം ശാന്തി. ജീവിതത്തിൽ സദാ പോസിറ്റീവായിരിക്കാൻ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയേ പറ്റും. എന്തിനേയും നമ്മൾ കാണുന്ന വിധത്തിലൂടെയാണ് അത് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നത് പ്രകടമാകുന്നത്. നമ്മൾ കലിയുഗത്തിലല്ലേ ജീവിക്കുന്നത്. എന്നും സന്തോഷം നിറഞ്ഞതായിരിക്കുന്ന ദിവസങ്ങൾ ഈ ലോകത്ത് ഒരു മനുഷ്യന്മാർക്ക് നമുക്ക് കാണാൻ കിട്ടില്ല. എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഒരു മനുഷ്യനും നമുക്ക് ഈ ലോകത്ത് കാണാൻ പറ്റില്ല. ഒരു ഗുണമെങ്കിലും ഇല്ലാത്ത ഒരു മനുഷ്യനെയും കാണാൻ പറ്റാറില്ല. പരമാത്മാവിൻ്റെ മഹാവാക്യത്തിൽ എന്നും പറയാറുണ്ട്, എല്ലാ മനുഷ്യന്മാരുടെ കയ്യിലും ഭഗവാന്റെ രചനയായ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും മംഗളമുണ്ട്. പക്ഷേ ആ മംഗളത്തെ കാണാനുള്ളതായിരിക്കുന്ന നമ്മുടെ കണ്ണുണ്ടല്ലോ, അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ആവശ്യം. ഞാനൊരു കാര്യം ഓർത്തു പോവുകയാണ്. ഒരു ദിവസം ഒരു പ്രൊഫസർ ക്ലാസ് റൂമിൽ വന്ന് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് ടെസ്റ്റാണെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ പേടിച്ചു പോയി. ആരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും കാണാതെ അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാവരുടെ മുന്നിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോയിട്ട് കമഴ്ത്തി വെച്ചു. കുട്ടിയെ കാണാൻ പറ്റാത്ത രീതിയിൽ പേപ്പർ കമഴ്ത്തി വെച്ചു. എല്ലാവരുടെ മുന്നിലും പേപ്പർ കമഴ്ത്തി വെച്ച ശേഷം പറയും, ഞാൻ പറയും വരെ നിങ്ങൾ ആരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കരുതെന്ന് പറയും. ആ 2 മിനിറ്റ് അദ്ദേഹം സൈലൻസ് ആയിക്കൊണ്ട് ആ ക്ലാസ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലാത്തുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം പറയും, ഇനി നിങ്ങളെല്ലാവരും ആ പേപ്പർ എടുത്തോളൂ, ആ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ നോക്കും പറയും. കുട്ടികളെടുത്ത് നോക്കുമ്പോൾ അത് വേറെ ഒന്നും കാണാനില്ല. ഒരു വൈറ്റ് പേപ്പറിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് മാത്രം, ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടു. അപ്പോൾ കുട്ടികൾ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഇത് തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ പേപ്പറിൽ കാണുന്നതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു 5 വാചകം നിങ്ങൾ എഴുതണമെന്ന് പറയും. കുട്ടികളെല്ലാവരും വളരെ സൂക്ഷ്മം നോക്കി. ഈ ബ്ലാക്ക് ഡോട്ട് കൂടാതെ ഒന്നും ഈ പേപ്പറിൽ കാണാനില്ല. പിന്നെ അവരെഴുതി, എന്തായാലും സാറിൻ്റെ ഓർഡറാണ്, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ചിലർ ഈ ബ്ലാക്ക് ഡോട്ട് ഇതിൻ്റെ ഭംഗി കുറയ്ക്കുന്നു എഴുതി. ചിലർ ഈ ബ്ലാക്ക് ഡോട്ട് ഈ വൈറ്റ് പേപ്പറിനുള്ള ബ്ലാക്ക് ഡോട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്ന് എഴുതി. ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല കോമ്പിനേഷനാണെന്ന് എഴുതി. അങ്ങനെ ഓരോരുത്തരും ഓരോരോ രീതികൾ. എല്ലാവരുടെയും കണ്ണ് പതിഞ്ഞ് നിൽക്കുന്നത് ആ ബ്ലാക്ക് ഡോട്ടിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എല്ലാവരുടെ കയ്യിൽ നിന്നും ആ പേപ്പർ തിരിച്ചു വാങ്ങിയിട്ട് അദ്ദേഹം അതിൻ്റെ ഉറക്കെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എല്ലാവരും എടുത്ത് വായിച്ചു നോക്കി. എല്ലാവരും എഴുതിയിരിക്കുന്നത് ഈ ബ്ലാക്ക് ഡോട്ട് ഭംഗിയുണ്ട്, ഇത് ചെറിയ കുത്താണ്, വലിയ പേപ്പറിനുള്ളിൽ ചെറുതാണ്, പല പല രീതികളിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും കണ്ണ് പതിഞ്ഞ് നിൽക്കുന്നത് ആ ബ്ലാക്ക് ഡോട്ടിൽ മാത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെല്ലാവരും പരീക്ഷയിൽ തോറ്റിരിക്കുന്നു. കാരണം മക്കളെ, ലൈഫ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ ആ ബ്ലാക്ക് ഡോട്ടിൽ നിങ്ങളുടെ കണ്ണ് തങ്ങി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധ്യമല്ല. എപ്പോഴാണോ ആ വെളുത്ത വിശാലമായിരിക്കുന്ന ഭാഗത്തിൽ നിങ്ങൾ ആനന്ദിക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ ജീവിതം ആനന്ദദായകമാവുന്നത്. ചിലർ വെള്ള പ്രതലത്തിൽ ആ ബ്ലാക്ക് ഡോട്ട് ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. ചിലർ വ്യൂ അങ്ങനെയാണ് ജീവിതത്തെക്കുറിച്ച്. കുറേ സന്തോഷങ്ങളുണ്ട്, അതിനുള്ള ചെറിയ ചെറിയ ദുഃഖങ്ങൾ, അത് സാരമില്ല, അതും ഈ ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെ ഭാഗമാക്കിയെടുക്കുക എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ അവർ പിന്നെയും ബെറ്ററായിട്ട് ജീവിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ പതലത്തിൻ്റെ ഉള്ളിൽ ആ കറുത്ത കുത്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞു, അവരും ഒരുവിധം മാനേജ് ചെയ്ത് പോവും. ചിലർ ആ കറുത്ത ഡോട്ട് മാത്രം കണ്ടിട്ട് അത് അഭംഗിയാണെന്ന് പറഞ്ഞു. അവർ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നെഗറ്റീവ് അപ്രോച്ചോടുകൂടി സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ ബ്ലാക്ക് ഡോട്ടിനെ കാണാതെ ആ വൈറ്റ് ഡോട്ടിനെ മാത്രം, വൈറ്റായിരിക്കുന്ന വിശാലമായിരിക്കുന്ന ആ പ്രതലത്തെ കാണാത്തവരായിരുന്നു എല്ലാവരും. തിരിച്ച് കാണാൻ പഠിക്കേണ്ടത് ആ വിശാലമായിരിക്കുന്ന വെള്ള പ്രതലത്തെക്കുറിച്ച് മാത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനുള്ള കണ്ണ് തന്നിരിക്കുന്നു, കേൾക്കാനുള്ള ചെവി തന്നിരിക്കുന്നു, സംസാരിക്കാനുള്ളതായിരിക്കുന്ന വായ തന്നിരിക്കുന്നു, നടക്കാൻ 2 കാല് തന്നിരിക്കുന്നു. ലോകത്തെവിടേക്ക് വേണമെങ്കിലും നടന്നു പോകാൻ സാധിക്കും. ലോകം മുഴുവൻ നടന്നു കറങ്ങി കണ്ട വിശാലമായിരിക്കുന്ന ഋഷീശ്വരന്മാരില്ലേ, അങ്ങനെയുള്ളതായിരിക്കുന്ന യാത്രികരില്ലേ, അവരൊക്കെ ജീവിതത്തെ ആനന്ദിച്ചു. കാലുകൾ എന്നതായിരിക്കുന്ന മഹാവിസ്മയം കൊണ്ട് ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെ ആസ്വദിക്കുന്നവരാണ് നമ്മൾ. ഒരിക്കലെങ്കിലും ആ കാലിന് വേണ്ടി കാലിനോടോ ഭഗവാനോടോ നന്ദി പറയാറില്ല. ഈ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരിക്കലെങ്കിലും കൈകൾ തന്ന ഭഗവാനോടോ നന്ദി പറയുന്നില്ല. ഉള്ളിലുള്ളതായിട്ടുള്ള 8 സിസ്റ്റംസ് വണ്ടർഫുൾ ആയിക്കൊണ്ട്, ഡൈജഷൻ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യൂഹം,
ദഹനേന്ദ്രിയ വ്യൂഹം, ഹൃദയവ്യൂഹം, അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള കമ്പനിയാണ് ഭഗവാൻ നമുക്ക് ഓണറായി തന്നിരിക്കുന്നത്. സ്റ്റിൽ ആ കമ്പനിയെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഈശ്വരനോട് നന്ദി പറയാറില്ല. ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, നമ്മളെ ഒരാൾ വഴക്ക് പറഞ്ഞാലും നമ്മളെ ഒരാൾ ഇല്ലാത്തവനെന്ന് പറഞ്ഞാലും ഇത്രയും ഉള്ളതായിരിക്കുന്ന കോടിപതിയായ എന്നോട് അവൻ എന്നോട് ഞാൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞതാണ് നമുക്ക് ചിന്തിക്കാനാവും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഹൈ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയാറുണ്ട്. പോസിറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്യും. ഉള്ളതിൽ സന്തോഷിക്കുന്ന ആളുകൾക്കൊപ്പം സന്തോഷം പങ്കിടാൻ വേണ്ടി ലോകം മുഴുവൻ തയ്യാറാണ്. സങ്കടം പങ്കിടാനാണ് ആളുകളില്ലാത്തത്. അതുകൊണ്ട് ഉള്ളതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കൂ, സന്തോഷവാനായിക്കൊണ്ടിരിക്കൂ. എങ്കിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം വരും. ആ കൂട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെക്കുറിച്ച് ഉയർത്താനുള്ളതായിട്ടുള്ള ലിവറേജ് ആകുന്നതായിരിക്കുന്ന ആളുകളും നിങ്ങളടുത്ത് എത്തിച്ചേരും. ഇതാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമെന്ന്. അപ്പം നമ്മൾ നമ്മുടെ ഇല്ലായ്മയിൽ വിഷമിക്കാതെ ഉള്ളതിൽ സന്തോഷിച്ച് ഗ്രാറ്റിറ്റ്യൂഡിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും കൊണ്ടുതരും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ ഹാപ്പിയസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ബി പോസിറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്, ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി. അതുകൊണ്ട് സന്തോഷമാവാം, സന്തോഷിപ്പിക്കാം, പോസിറ്റീവായിരിക്കാം, മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാം. എന്നും സന്തോഷമായിരിക്കാൻ, എന്നും പോസിറ്റീവായിരിക്കാനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.